Good morning, all. Welcome to new page of Anisha Prakash. എല്ലാവരും സുഖമായിരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. എല്ലാവരും ഓണത്തിൻ്റെ മൂഡിലാണല്ലേ? ഞങ്ങളും ഓണത്തിൻ്റെ മൂഡിലാണ്. സോ രാവിലെ ഞങ്ങൾ എണീറ്റു, കുളിച്ച് ഒരുങ്ങി വെളിയിലൊക്കെ പോയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വീട്ടിൽ കയറാമെന്ന് വിചാരിച്ചു. സോ ഞങ്ങൾ വെളിയിലേക്ക് പോകും കേട്ടോ. എവിടെ എവിടെ പോവാ എവിടെ പോവാ എന്തുവാ ഓണമാണോ ഓണമാണോ എവിടെ നമ്മൾ പോണേ? മലയാളികൾ ഒന്നടങ്കം ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണല്ലേ ഓണം. എല്ലാ വീട്ടിലും ഓണം. കാണാൻ വീട്ടും ഓണം ഉണ്ണണം എന്നാണ് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പറയാൻ കേട്ടിട്ടുള്ളത്. സോ കാണാൻ വീട്ടും ഓണം ഉണ്ടില്ലെങ്കിലും ഓണം വരുമ്പോൾ നമുക്കൊരു നമ്മുടെ നാടിൻ്റെ ഓർമ്മയല്ലേ, പ്രതീതിയല്ലേ. സോ എല്ലാവരും അതിൻ്റെ തിരക്കിലായിരിക്കും. സോ ഞങ്ങളും അതിൻ്റെ തിരക്കിലാണ്. ആക്ച്വലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും നോക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിന്ന് ഓക്കെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. സോ സോ ആർലിൻ വിത്ത് മീ. അവൾക്ക് 1 വയസ്സ് കഴിഞ്ഞു. സോ അവളുടെ 2ാമത്തെ ഓണമാണ്. നാട്ടിലൊക്കെ ഇന്ന് തിരുവോണമായിട്ട് അത്തപ്പൂവിടലും അങ്ങനെയൊക്കെ പല പല കാര്യങ്ങളായിട്ട് ഭയങ്കര ബിസി ആയിട്ടുള്ള ദിവസമല്ലേ. എല്ലാവരും സന്തോഷത്തോടെ പുതിയ ഡ്രസ്സുകളൊക്കെ ഇട്ട് വീടുകളിലൊക്കെ പോയി എന്ത് രസമാണല്ലേ. ഇന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പ്ലാനും ആക്ച്വലി ഇല്ലായിരുന്നു. പിന്നെ ഓർത്തു എല്ലാ സാധനവും നമുക്ക് ഉണ്ടാക്കാമെന്ന്. വേണമെങ്കിൽ നമുക്ക് വെളിയിൽ നിന്ന് എല്ലാം റെഡിമെയ്ഡായിട്ട് കിട്ടും. ലൈക്ക് പാഴ്സലായിട്ട് നമുക്ക് ഉച്ചയ്ക്ക് മേടിച്ച് കഴിക്കാം. പക്ഷെ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു തൃപ്തിയില്ല. നമ്മളത് നമ്മളത് കഴിക്കുമ്പം അതിൻ്റേതായൊരു തൃപ്തിയുണ്ട്. സോ ഒന്ന് ട്രൈ ചെയ്തേക്കാൻ വിചാരിച്ചു. ഓ എന്താ പറയുന്നത് ആട്ലിക്കുട്ടി? എൻ്റെ പടീനെ. സോ ഞങ്ങൾ വെളിയിലൊന്ന് പോയിട്ട് ജസ്റ്റ് കുറച്ച് ഫോട്ടോസൊക്കെ വീട്ടിലൊക്കെ അയച്ചു കൊടുക്കാൻ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു കയറും. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സോ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ തുടർന്നുള്ള വീഡിയോയും കാണുക. സപ്പോർട്ട് മീ. താങ്ക് യു ഫോർ വാച്ചിങ്. സോ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഔട്ട്സൈഡിലൊരു ചെറിയൊരു ഏരിയ ഉണ്ട്, അവിടോട്ടേക്ക് പോവുകയാണ്. പോയിട്ട് അവിടെ ചെന്നിട്ട് വേണം 2-3 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു കയറാം. കാരണം ഇച്ചിരി വെയിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇച്ചിരി കൂടുതൽ വെയിലായി കഴിഞ്ഞാൽ നല്ല ചൂടാണ്. ഇത് ഫർബാനിയുടെ ഏരിയ തന്നെയാണ്, ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയാണ്. സോ ഔട്ട്സൈഡിലൊക്കെ ബസ്സുകളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. സിഗ്നലായിട്ടുണ്ട്. ഇത് നമ്മുടെ ഫയർ സ്റ്റേഷനാണ്. നമ്മുടെ വീടിനവിടെ വലിയ ദൂരമൊന്നുമില്ല. സോ ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഷോപ്സാണ് ഇതൊക്കെ. ഇഷ്ടംപോലെ മൊബൈൽ ഷോപ്സും അതുപോലെ ഫാർമസിയും ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഫർവാനിയിൽ നിന്ന് ഒമരിയ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോകുന്നത്. അത് ഇവിടെ നിന്ന് വലിയ ദൂരമില്ല, വളരെ എളുപ്പമാണ്. ഞങ്ങൾക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ ആക്ച്വലി. പക്ഷേ ഇപ്പം ചൂടുള്ള സമയമായത് കാരണം നമുക്ക് നടന്നൊന്നും പോകാൻ പറ്റില്ല. പിന്നെ നമുക്ക് കുവൈറ്റിൽ അങ്ങനെ റോഡുകളിൽ നടന്നു പോകാനുള്ള സൗകര്യം കുറവാണ്. ഇത് ഫർവാനിയുടെ മെയിൻ റൗണ്ട് ബോട്ട് സർക്കിളാണ്. ഇവിടെയൊക്കെ എല്ലാ ബിൽഡിങ്ങുകളും അപ്പാർട്ട്മെൻറ്റുകളും അതുപോലെ സ്കൂളുകൾ ഒക്കെ ഉണ്ട്. സോ അങ്ങനെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഒമരിയ പാർക്കിലാണ് ഞങ്ങൾ. ജസ്റ്റ് അത് വന്ന് ഫോട്ടോസൊക്കെ എടുക്കാമെന്നുള്ളൊരു പ്ലാനിലാണ്. ചൂടുണ്ട് അല്പം.
നല്ലതായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. മോൾ ഉറങ്ങിപ്പോയി. അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പോവാണ്. സോ ഓണമായിട്ട് രാവിലെ കുളിച്ചൊക്കെ റെഡിയായി ഞങ്ങളിങ്ങനെ കുറച്ച് നേരം ചില്ല് ചെയ്യാൻ വിചാരിച്ചു. ഇന്നലെ വീട്ടിൽ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചായിരുന്നു. ഇനിയും ചെന്നിട്ട് പായസം ഉണ്ടാക്കാനുണ്ട്, പപ്പടമൊക്കെ ഉണ്ടാക്കണം. കുറച്ച് ഫുഡ് കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉച്ചക്കത്തെ കാര്യം റെഡിയാകും. നല്ല ചൂടുണ്ട്. ഇനി ഇവിടെ അധികം നേരം ഇരിക്കുന്നില്ല. ഞങ്ങളെടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ കാണിച്ചിട്ട് നമ്മളങ്ങോട്ട് തിരിച്ചു പോകാൻ വേണ്ടിയുള്ള പ്ലാനിലാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഇനിയിപ്പം ഓണം സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ബ്രദറും സിസ്റ്റർ ഇൻ ലോയും, അതായത് സെൽവി മോളും കൂടെ വരുന്നുണ്ട്. സോ അവൾക്ക് മോർണിംഗ് ഡ്യൂട്ടി ആയ കാരണം ഇച്ചിരി ലേറ്റായിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുക. കാരണം അവരുടെ കൂടെ വന്നിട്ടേ കഴിക്കുന്നുള്ളൂ. അങ്ങനെ ഫുഡൊന്നും ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കുന്നില്ല. കാരണം വീടെല്ലാം കുളമായിട്ട് കിടക്കുകയാണ്, കിച്ചണൊക്കെ. സോ കുറേ ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്ന കാരണം കിച്ചണെല്ലാം കുളമായിട്ട് കിടക്കുകയാണ് ഗൈസ്. കാണിക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. സോ ഫുഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിക്കുന്നതായിരിക്കും. നല്ല പച്ച വാഴയില. അങ്ങനെ പിള്ളേർ രണ്ടുപേരും വന്നു. സോ വി ആർ ഗോയിങ് ടു സെലിബ്രേറ്റ്. എന്നാൽ പിന്നെ തുടങ്ങുമല്ലേ? ചേച്ചി ഇങ്ങോട്ട് നോക്കണത്. അല്ല ഫുള്ള് നോക്കണ്ട, സംസാരിച്ചു. ഫുള്ള് നോക്കണ്ട, വീഡിയോ എടുക്കുക. ഒന്ന് ചിരിച്ച് കുറച്ച് എഡിറ്റ് ചെയ്തിട്ടാ അപ്പൊ സെറ്റാ. അങ്ങനെ ഹാപ്പി ഓണം. പൂവേ ഒലി പൂവേ ഒലി പൂവേ. പാട്ടുണ്ട്, അറിയാമോ? അങ്ങനെ ഒരു പാട്ടുണ്ട്. കുഞ്ഞു പാട്ട് പഠിച്ചേ. പാട്ട് വായിച്ചേ. അല്ലെങ്കിൽ കുഞ്ഞു പാട്ട് പഠിച്ചേ. ഇവിടെ വെക്കാം. ആദ്യം വെച്ചോ. വെച്ചോ. എന്റെ മോനെ എന്തുവാണ് കാണിച്ചെന്നേ. No. നമ്മള് ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കുന്ന
ഇനിയുണ്ട് ചക്കര പൊന്നാണല്ലോ, ചക്കര പഞ്ചാര. അവിയല് നിന്റെ അമ്മയും കൂടി ഞാൻ വ്ളോഗറാക്കാൻ പോകുന്നു. എല്ലാം വലിയ ഇലക്കകത്ത് അല്ല ചേച്ചി നിങ്ങൾ ഇതിപ്പോ നല്ല പുത്തായി. നോ നോ എന്തുവാ ഇത്? വേണ്ട നടുക്കൂടെ വന്നു. നടുക്കോട്ട് വെച്ചിട്ട് കുഞ്ഞിന് ചോറ്. അതിന് പറയുന്നേ എന്നാടാ അച്ഛ? എന്തായാലും അതിനകത്ത് ചാടല്ലേ പൊന്നുകുട്ടിയല്ലേ ചാടല്ലേ ഇങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങോട്ട് ആഡ്ലിം ബേബി ഇങ്ങോട്ട് നോക്കിക്കേ. ചേച്ചി ചേച്ചി എവിടെ ഇരിക്കുന്നേ? അതാ ആ അമ്മ ചോട് തരാം. നീ വാ എന്റെ കുഞ്ഞിക്ക് വന്നേ. അമ്മച്ചി ചോട്. അച്ഛാ ഒത്തിരി ചോറ് വേണം വേണ്ട അച്ഛാ? അങ്ങനെ അള്ളിക്കുട്ടി പരിപ്പും ചോറും പപ്പടമൊക്കെ കൂട്ടി ചോറ് കഴിക്കുകയാണ്. അയാളിൻ്റെ സെക്കൻഡ് ഓണം. ഇഷ്ടപ്പെട്ടോ കുഞ്ഞുകുട്ടി? ഇഷ്ടപ്പെട്ടോ കുഞ്ഞിന്? ഹാപ്പി ഓണം പറ. ഹാപ്പി ഓണം. ചിലപ്പോൾ എനർജി ആയിട്ട് ഹാപ്പി ഓണം. നാണിക്കാതെ നാണിക്കാതെ ഹാപ്പി ഓണം. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓണവിശേഷങ്ങൾ. നിങ്ങൾ ആഘോഷമല്ലേ? എല്ലാവരും ഇന്ന് ഓണം വൈബിലാണ്. സോ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും വീണ്ടും ഇടുന്ന വീഡിയോസ് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒന്നുകൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് 2025 ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും വർഷമാകട്ടെ ഞങ്ങൾക്കും അതുപോലെ നിങ്ങൾക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.